ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വൈകി എഴുന്നേറ്റൊരു ദിവസമാണ്. ഞാൻ മാത്രം അങ്ങനെ എഴുന്നേറ്റ് നിൽപ്പുള്ളൂ. കുഞ്ഞാളിവിടെ അങ്ങനെ എഴുന്നേക്കാൻ പറഞ്ഞിട്ട് എഴുന്നേക്കാണ്ട് അവിടെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ രാവിലെ. ഇന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു കറക്കലും ചുറ്റലും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നമ്മൾ മാത്രമാകുമ്പോഴത്തേക്ക് നമുക്കൊരു മടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ ഉറങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. ഇപ്പം തന്നെ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചമൊക്കെയാണ് ആ പുറത്തിങ്ങനെ അടിച്ചു നിൽക്കുന്ന പോലെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുന്നേറ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി നോക്കും എല്ലാ ദിവസവും. വെറുതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും തലേ ദിവസം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ എടുത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ദിവസവും ഇങ്ങനെ ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ഇപ്പോൾ മോനും അത് ശീലമായി. ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴേക്കും എൻ്റെ കൂടെ ഇറങ്ങി ഒന്ന് ചുറ്റുമൊക്കെ നടന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒക്കെ നടന്നിട്ട് ഞാൻ തിരിച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ജനലൊക്കെ തുറന്നിടണം. പിന്നെ താറാവും കോഴിയൊക്കെ കൂട്ടിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തുറന്നു വിടണം. നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ വിഷമം അവർക്കാണ് കേട്ടോ. അവർക്ക് രാവിലെ ഇറങ്ങണമല്ലോ കൂട്ടുന്ന. അപ്പം നമ്മൾ വന്ന് തുറക്കുന്നത് വരെ അവരവിടെ കിടന്ന് അങ്ങനെ വിളിച്ചിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ പോയി അവരെയൊക്കെ തുറന്നൊക്കെ വിട്ടു. മോൻ ഇനി കുറേ സമയം അവരുമായിട്ട് അങ്ങനെ കളിച്ചും എടുത്തൊക്കെ അങ്ങനെ നടന്നോളും. അപ്പോൾ ആദ്യമേ ഞാനങ്ങനെ ഫുഡൊന്നും വെക്കാറില്ല കേട്ടോ. അവർ പുറത്തൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറക്കിയൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴാണ് ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ചധികം തുണി അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമുക്ക് സമയത്തിന് വിരിക്കാൻ പറ്റുള്ളൂ. പൊതുവേ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് അലക്കാൻ ഇടുന്നത്. പക്ഷേ നല്ല വെയിലായതിനു ശേഷമായിരിക്കും ഞാൻ വിരിക്കാൻ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ അടുക്കളയിൽ പാത്രം വെക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നിറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്തൊക്കെയോ പാത്രങ്ങൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെതും അതും ഇതും ഒക്കെ കഴുകിക്കൊണ്ട് ഇപ്പോൾ അതിൽ വെച്ച് അത് നിറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം മാറ്റാനുള്ളതൊക്കെ മാറ്റി. പിന്നെ തലേ ദിവസം നമ്മൾ കഴുകി ഉണക്കാൻ വെക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതും കൂടെ ഞാൻ ഈ ബാസ്ക്കറ്റിലോട്ട് എടുത്ത് മാറ്റി എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിൽ ജോലി എന്നുള്ള രീതിയിലോട്ട് കടന്നത്. നമുക്കുള്ള ചായയൊക്കെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിളച്ച് കിട്ടി. അപ്പോൾ മോൻ ഇവിടെ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽപ്പാണ്. രാവിലെ അച്ഛനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ കളിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത് എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വരുന്നത് കുറവാണ്. പിന്നെ കൂടുതലും ഇപ്പോൾ കോഴിയും താറാവും ഒക്കെ ആയിട്ട് അവരുമായിട്ട് അങ്ങനെ കളിച്ചൊക്കെ നടക്കാറാണ് കേട്ടോ ഇപ്പോൾ കൂടുതൽ പതിവ്. പിന്നെ മോനുള്ള ചായയൊക്കെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചായ തന്നെയാണ് കുടിക്കാറുള്ളത്. എൻ്റെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമായതുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് നമ്മൾ വെക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ വെക്കുന്നത്. ഇഡ്ഡലിയാണ് വെക്കുന്നതെങ്കിൽ ചില ദിവസം മോൻ ഒരു ദിവസം മൊത്തം ഇഡ്ഡലി ആയിരിക്കും കഴിക്കുന്നത് കേട്ടോ. ചോറ് ചിലപ്പോൾ ഒരു സമയം കഴിച്ചാലായി, ചിലപ്പോൾ ചോറും ഇഡ്ഡലിയും മാറി മാറി അങ്ങനെയും കഴിക്കാറുണ്ട്. അപ്പം ഞാൻ ഇവൻ എന്താ കഴിക്കാമെന്ന് അറിയാത്തത് കൊണ്ട് കുറച്ചധികം ഇഡ്ഡലി ഉണ്ടാക്കി വെക്കാറുണ്ട് വെക്കുന്ന ദിവസം. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അതുപോലെ വെള്ളം കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് ഒഴിയുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കഴുകി വെക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ ഇന്നിപ്പോൾ രാവിലെ കഴുകിയാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കും കേട്ടോ ഞാനിതൊക്കെ കഴുകി എടുക്കുന്നത്. ഇതൊക്കെ കഴുകിയെടുത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പ് എന്തായാലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒരുപാട് എരിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഈ പൂരിക്ക് വെക്കുന്ന ആ ഒരു രീതിയിൽ എന്നാൽ ഒരല്പം മുളക് പൊടിയൊക്കെ ഇട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് നല്ല എരിവുള്ള കറി, ഇതിൽ കൂടുതലും ഞാൻ എരിവ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നല്ല എരിവൊക്കെ ഉള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവിടെയുള്ള ബാക്കി 2 പേർക്കും, കുഞ്ഞിനെ നമുക്ക് വിടാം, പക്ഷേ വേറൊരാളുള്ളത് അതും അധികം എരിവൊന്നും കഴിക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പഴയ പോലെ എരിവൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. അപ്പോഴേക്കും അരിയൊക്കെ തിളച്ചത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടാവുന്നവരെ വെച്ചിട്ട് പിന്നെ പൊടിയെല്ലാം ഇടുകയാണ് കേട്ടോ ചെയ്തത്. ഉപ്പുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടി മൂത്തതിന് ശേഷം വെള്ളവും കൂടെ ഒഴിച്ച് അത് ഞാൻ വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എടുത്ത് വെച്ച പൊടിയൊക്കെ അപ്പം തന്നെ എടുത്ത് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അടുക്കള ആകെ മെസ്സായതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. ആ സമയം കൊണ്ട് ഇഡ്ഡലിയൊക്കെ വേവിച്ച് വെച്ചത് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി. എന്നിട്ട് ഈ നമ്മൾ ഇഡ്ഡലി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ കൊണ്ടുപോയി സിങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും ഇവിടെ ഇങ്ങനെ വാരിയിട്ടതുപോലെ കിടക്കും. കേരളയിലെ കിച്ചണിലാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി വെച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞാളിനെ ഇവിടെ ഇപ്പോൾ ഈ ഊണുമേശയിൽ ഇരുത്തി അവനിപ്പോൾ ഇവിടെ ഇരുന്നങ്ങ് കഴിച്ച് ശീലമായിട്ടുണ്ട്. അവിടെ ഇരുന്ന് TV ഒക്കെ കണ്ട് ചിലപ്പോൾ തന്നെ കഴിക്കും, ചിലപ്പോൾ ഞാൻ എടുത്തു കൊടുക്കും. കൂടുതലും തന്നെയാണ് കഴിക്കാറുള്ളത്. പിന്നെ വല്ലപ്പോഴും അമ്മ താന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. പിന്നെ ചോറാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇഷ്ടമല്ല, തന്നെ എടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പോൾ സോഫ അങ്ങനെ അധികം വൃത്തിയോടൊന്നും ആവാറില്ല കേട്ടോ. പിന്നെ ഈ ടേബിൾ നമുക്ക് തുടച്ചെടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് മധുരക്കിഴങ്ങൊക്കെ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇഡ്ഡലിയുടെ ഒരു തട്ടിലിങ്ങനെ വെച്ച് അതിനെ ഞാൻ ആവി കയറ്റി എടുക്കും. ഞാൻ വെള്ളത്തിലിട്ട് വേവിച്ചൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ
അതിനേക്കാളും ടേസ്റ്റും എളുപ്പവും ഇതാണെന്ന് മനസ്സിലായപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഇന്ന് നമുക്ക് ബീട്രൂട്ട് കുറച്ചിരിപ്പുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ ഏകദേശം തീരാറായി. അപ്പോൾ അവസാനത്തെ ആ ഒരു ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് കിടപ്പുണ്ടായിരുന്നു, അതിനെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് തോരനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ചീര ഡെയിലി കഴിച്ചാണോ എന്നറിയില്ല. 2-3 ദിവസം കൂടുമ്പോൾ ഇവിടെ ചീര ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, അവന് ചീര അത്രയ്ക്ക് അങ്ങോട്ട് ഇപ്പം ഇഷ്ടമല്ല. ഇപ്പം കൂടുതൽ ഇഷ്ടം ബീട്രൂട്ടാണ്. അപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ എടുത്ത് തോരനാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ചൂടാക്കിയത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ജഗ്ഗിലാക്കി കൊണ്ട് മേശയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. അങ്ങനെയാണ്. ഇതിൽ പച്ചക്കറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കിടക്കുന്ന സാധനം വെച്ച് ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴാണ് ഞാൻ പുതിയതായിട്ട് പച്ചക്കറി വാങ്ങുന്നതും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൽ 1-2 സാധനം കിടന്ന് അഴുകിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ അഴുകി എടുത്ത് കളയുന്നത് അപൂർവമാണ്. ഒരു മത്തങ്ങ ഒരല്പം കിടന്നതൊന്നും അഴുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് വാങ്ങിച്ചാലും മാക്സിമം അതിൽ നിന്ന് എടുത്ത് എല്ലാം ചെയ്തതിന് ശേഷമാണ് അടുത്ത സെറ്റ് വാങ്ങിക്കാറില്ല. ഇനി ഇതിൽ നിന്നൊന്നും എടുക്കാനില്ല, നാളത്തേക്കാണ്. അപ്പോൾ അതൊക്കെ ഞാനിനി കവറിൽ നമുക്ക് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടടുത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കൂടുതലും ഇങ്ങനെ കിറ്റായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. സെപ്പറേറ്റ് വാങ്ങിക്കുന്നത് വളരെ അപൂർവമാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമുക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ അപൂർവമായിട്ട് ഇങ്ങനെ പ്രത്യേകം വാങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ കിറ്റിൽ തന്നെയാണ് വാങ്ങാറുള്ളത്. ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തോരനും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തേങ്ങയൊക്കെ കൂട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ഇളക്കി അതിനെ ഞാൻ ഇറക്കി മാറ്റി വെക്കുന്നുണ്ട്. മീനോടെ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ അറുത്ത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് മസാല വരട്ടി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്ത് ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് അടുക്കളയിൽ നിന്ന് വേഗം ഇറങ്ങാനുള്ള സമയമാണ്. ഒരുപാട് സമയം എനിക്ക് അടുക്കളയിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ചടപടയെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നേരത്തെ അങ്ങ് അടുക്കളയിൽ നിന്ന് ഇറങ്ങാറാണ് കേട്ടോ പതിവ്. സ്ലാബൊക്കെ തുടച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കിടന്നതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിങ്ക് ഞാൻ പറഞ്ഞല്ലോ, പാത്രങ്ങളൊക്കെ എപ്പോഴും കൊണ്ടിടുന്നത് കൊണ്ട് എപ്പോഴും നല്ല അഴുക്കുള്ള സിങ്കാണ്. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് തന്നെ കഴുകി തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഈച്ച ശല്യം അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫുഡ് കുറച്ചൊന്ന് വീണ് കിടന്നാലും അങ്ങനെ ഉറുമ്പോ ഈച്ചയൊന്നും വന്ന് കയറുന്ന ഒരു ബുദ്ധിമുട്ട് അധികം അങ്ങനെ ഇല്ല. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മീനും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് ഞാൻ പിന്നെ 1-2 എണ്ണം എടുത്ത് കേട്ടോ. എനിക്ക് കൊതി വന്നിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. വല്ലപ്പോഴാണ് വാങ്ങി കഴിക്കാറുള്ളൂ. എപ്പോഴും കഴിച്ച് മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ നനഞ്ഞ് കിട്ടിയപ്പോൾ തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനൊന്ന് ഉണങ്ങിയതൊക്കെ നോക്കിയെടുത്ത് അകത്ത് വെക്കുന്നതാണ്. കാരണം മഴക്കോളുണ്ട്, എപ്പോഴാണ് പെയ്യാന്നറിയാത്തത് കൊണ്ട് ഉണങ്ങിയതിനെ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ഉണങ്ങാത്തതും ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടെ തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വേഗം തന്നെ കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അച്ഛനും അമ്മയായിട്ട് അവർ ക്യാൻറ്റീനിൽ പോകണം കേട്ടോ. അപ്പോൾ ഞാനും കൂടെ വലിഞ്ഞേറി പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്തായാലും വെറുതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇരുന്ന് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ ചാടിക്കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം മോനുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് തോരനുണ്ടെങ്കിൽ കൂടുതൽ അവൻ അങ്ങനെ വേറെ എന്തെങ്കിലും വെച്ച് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ തോരൻ മാത്രം തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. മീനൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ ആളങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അഥവാ വേണമെന്നുണ്ടെങ്കിൽ മീൻ വേണമെന്ന് അവൻ പറയാറുണ്ട്. അങ്ങനെ മേശയിൽ കൊണ്ടുപോയി ഇരുത്തി ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കഴിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പോയി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. അവർക്ക് 1-2 ഇടത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി. അപ്പോഴൊക്കെ ഞാൻ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇതുവരെ ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ വന്നിട്ടില്ല. അകത്തൊക്കെ കയറി കണ്ണൊക്കെ തള്ളി അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വീട്ടിലെത്തിയതിനു ശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഷടപടേന്ന് ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ചിടുന്നുണ്ടായിരുന്നേ. മഴ വന്നിങ്ങനെ കയറിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ രാത്രിയായ ഒരു ഫീലായിരുന്നു കേട്ടോ. ഫോണിൽ അധികം അറിയുന്നില്ലെങ്കിലും നേരിട്ട് കാണാൻ ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വേഗം അടിച്ച് കൂട്ടി അത് കത്തിച്ചിട്ടിട്ടുണ്ട്. മഴ പൊടിയുന്നതിന് മുന്നേ കത്തി കിട്ടിയാലേ രക്ഷയുള്ളൂ. കുഞ്ഞാൾ ഇവിടെയുണ്ട്. കുഞ്ഞാൾ ഇവിടെ പാട്ടൊക്കെ പാടി വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ താറാവിനെ നമുക്ക് കൂട്ടിൽ കയറ്റാൻ വേണ്ടി പോകണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പോകണമെന്നൊക്കെ പറയണം കേട്ടോ എൻ്റെ അടുത്ത്. എന്നിട്ട് ആളിങ്ങനെ താറാവെ കൂട്ടിൽ കയറണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കണം. സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടിട്ട്. പിന്നെ ബാക്ക് സൈഡിൽ പോയപ്പോഴേക്കും അവിടെ ഇങ്ങനെയായിരുന്നു, എന്തോ ഒരു കാട്ടിനകത്ത് നമ്മൾ ചെന്ന് നിൽക്കുന്ന പോലൊരു ഫീല്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോഴേക്കും ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചു. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴേക്കും കഴിച്ചു. കാരണം ഇനി കുളിക്കണം. രാത്രി കുളിച്ചിട്ട് വന്ന് കിടക്കാൻ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. പിന്നെ ഇന്ന് ഒരുപാട് ജോലിയൊക്കെ വന്നിട്ട് വീണ്ടും ചെയ്തപ്പോഴേക്കും വീണ്ടും അങ്ങ് മുഷിഞ്ഞു. അപ്പോൾ എന്തായാലും കുളിക്കണം. പിന്നെ മോനെ ഒന്ന് ദേഹമൊക്കെ കഴുകണം. മോനും ഫുഡ് കഴിച്ചങ്ങനെ ഇരിക്കണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേണ്ടെങ്കിൽ നാളെ അതങ്ങ് മാറ്റാം. അപ്പോൾ അങ്ങനെ ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ മാത്രം ആയതുകൊണ്ടും നമ്മൾ നേരത്തെ എന്തായാലും ഇന്ന് ഉറങ്ങും.
ഉറങ്ങല്ല, പോയി അങ്ങ് ബെഡിൽ കിടക്കും, കളിച്ച് മോനങ്ങനെ ഉറങ്ങും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പോയി കുളിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ യാത്രയും പിന്നെ വന്നിട്ടുള്ള വീണ്ടുമുള്ള ക്ലീനിങ്ങും എല്ലാം കൂടെ ആകെ മുഷിഞ്ഞു. സത്യം പറഞ്ഞാൽ കുളിച്ചേറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ ഇവിടെ ടി വി ഒക്കെ കണ്ട് നിൽപ്പുണ്ട്. ഇനി വാതിലടക്കിയ ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ലൈറ്റ് കുറേ കൂടെ കഴിഞ്ഞിട്ട് ഓഫ് ആക്കുള്ളൂ. മൊത്തം പൂട്ടാനുള്ളതൊക്കെ പൂട്ടി വാതിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് പോയി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.